ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ വീഡിയോ ആണ്. ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടക മാസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെല്ലിക്ക കൊണ്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നെല്ലിക്കയിൽ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് വളരെയധികം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിലെ ഡാമേജിനെയൊക്കെ പരിഹരിക്കാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ, ചുമ എന്നിവ ഉള്ളവർക്കും നെല്ലിക്ക വളരെയധികം നല്ലതാണ്. അത് ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ മടുപ്പില്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും. അതേപോലെ തന്നെ പ്രമേഹത്തിനും മുടി പൊഴിച്ചിലിനും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ നെല്ലിക്ക വളരെയധികം നല്ലതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഇടിയപ്പ ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ചക്കരയോ അല്ലെങ്കിൽ ശർക്കരയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര 1/2 കിലോ നെല്ലിക്കയ്ക്ക് 1/2 കിലോ ശർക്കര എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്കയുടെ പുളിപ്പ് അനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം ശർക്കരയിൽ മണ്ണോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശർക്കര നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു ശർക്കര പാനിയായിട്ട് കിട്ടും. അതായത് ശർക്കര ഫുള്ളായിട്ട് ആ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടും. എന്നിട്ട് വേണം നമുക്കിത് അരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ശർക്കര മുഴുവനായിട്ടും ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കരയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് നേരിട്ട് എടുക്കാവുന്നതാണ് ഈ ശർക്കര. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിലൊന്നും ഇട്ട് തിളപ്പിച്ചെടുക്കരുത്. ഇതേപോലെ ആവി കയറ്റി തന്നെ നമ്മൾ നെല്ലിക്ക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് നെല്ലിക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് എടുത്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നെല്ലിക്കയിൽ നിന്നൊക്കെ ഇതിൻ്റെ കുരു അടർത്തി മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ നെല്ലിക്കയുടെ ആ കുരു അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഓരോ നെല്ലിക്കയും നമുക്ക് ഇതേപോലെ കുരു മാറ്റി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ മുഴുവൻ നെല്ലിക്കയും കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഒരു പൾപ്പ് മാത്രമേ ഉള്ളൂ. ആ കുരു മുഴുവനായിട്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഈ നെല്ലിക്ക എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട്, അതായത് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഫൈൻ പേസ്റ്റായിട്ടൊന്നും വേണ്ട. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് അരച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഫൈൻ പേസ്റ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇത്രയും ഈ ഒരു പരുവത്തിന് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കര ഇങ്ങനെ പാനിയാക്കാതെ നേരിട്ട് നമ്മൾ ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഈ നെല്ലിക്കയുടെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ പോയി തീരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം.
ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം നമ്മുടെ നെല്ലിക്ക ഈ ശർക്കരയൊക്കെ ഇതിൻ്റെ ചോട്ടിൽ ഈ പാൻ്റെ ചോട്ടിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഒട്ടും തന്നെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ ജലാംശമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ജലാംശം മാറുന്നത് വരെ നന്നായിട്ട്, അതായത് ചട്ടിയിൽ നിന്ന് വിട്ട് വരത്തക്ക രീതിയിൽ, അതായത് ഈ ഒരു രീതിയിൽ ജലാംശം ഒട്ടും തന്നെ ഇല്ലാതെ ആവുന്ന ആ ഒരു ടൈം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ ജലാംശം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജലാംശം മുഴുവനായിട്ട് മാറി ഈ ഒരു പരുവത്തിൽ, അതായത് ഹൽവയുടെയൊക്കെ ഒരു പരുവത്തിൽ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സൺഫ്ലവറിൻ്റെ സീഡോ എന്തെങ്കിലും സീഡ്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. കാരണം മധുരവും പുളിപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഇന്നത്തെ കാലത്ത് രോഗപ്രതിരോധ ശേഷി കുട്ടികൾക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു റൂം ടെമ്പറേച്ചറിൽ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് ജാറിൽ ഒട്ടും തന്നെ ജലാംശം പാടില്ല. നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ഇത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇത് കുറേ മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നനവില്ലാത്ത സ്പൂണൊക്കെ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് അല്ലാത്തപ്പോഴും നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ ഏതൊരു സാധനം കഴിക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും നെല്ലിക്ക വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നല്ല റെസിപ്പി ആയിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.